അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. 2 ദിവസം മുൻപ് ഞാൻ ഏർവാടി ദർഗാ ഷെരീഫിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടു. ആള് നല്ല ഒരു വേഷമൊക്കെ ധരിച്ച് ഒരു അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അവിടെ വരുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. കാരണം അവിടെ കുറേ യാചകരെ കാണാം. അപ്പോൾ ഇയാൾ യാചകനായ ഒരാളല്ല എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം തോന്നി. സംസാരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം ഒരു കൊലയാളിയാണ് അവിടെ താമസിക്കുന്നത്. 12 വർഷം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ജയിൽ മോചിതനായ ഒരു കൊലയാളി. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ചോദിച്ചാൽ പറഞ്ഞു, അതൊന്നുമില്ല, ഒരു കൊല നടത്തേണ്ടി വന്നു, ഞാനത് ചെയ്തു, ശിക്ഷ പൂർണ്ണമായിട്ട് അനുഭവിച്ചു. ഈ ഏർവാടിയിൽ ഒരുപാട് നല്ലവരും ചീത്തവരൊക്കെ ഉണ്ട്. അവിടുന്ന് പല കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഏർവാടിയിലേക്ക് പോണവരുണ്ട്. അവിടെ പോയിട്ട് നിൽക്കാന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒളിവിൽ താമസിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ്റെ കഥ എന്താണെന്ന് വെച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിന് ആകെ ഒരു ഉമ്മ, ഉപ്പ, ഒരു പെങ്ങള്, ഇദ്ദേഹം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഉണ്ടായിരുന്നത്. വളരെ പാവങ്ങളായിരുന്നു. വാപ്പ എന്തോ ഒരു ചായക്കടയിൽ ജോലിക്കൊക്കെ നിന്നിരുന്ന ഒരാളാണ്. അങ്ങനെ ഈ പെങ്ങളുടെ കല്യാണമൊക്കെ അയച്ചു. അങ്ങനെ നല്ലൊരു വലിയ പ്രതീക്ഷയിലാണ് പെങ്ങളുടെ കല്യാണമൊക്കെ കഴിച്ച് അയച്ചത്. പക്ഷെ ആ പ്രതീക്ഷ പോലും സംഭവിച്ചില്ല. ഈ ഒരു അളിയൻ ഭയങ്കര കുടിയനും, പിന്നെ ഇയാളെ നന്നായിട്ട് ഈ പെണ്ണെ നന്നായിട്ട് മർദ്ദിക്കാന്ന് കള്ളു കുടിച്ച് വന്നിട്ട് നല്ല അടിയടിക്കും. ശരിക്കും കുടുംബം നോക്കൂല. എന്നും വലിയ ദ്രോഹമാണ്. ഇത് ചോദിക്കാൻ ചെന്ന വാപ്പാനെ അടിച്ചിട്ടുണ്ട്, ഉമ്മാനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പെങ്ങളെ വല്ലാതെ ദ്രോഹിക്കണത് പെങ്ങൾ ഇടക്കിടക്ക് വന്ന് പറയലുണ്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രതികാരം ചെയ്യാൻ സിനിമയൊന്നും അല്ലല്ലോ, ഒന്നും പറ്റൂല. വാപ്പയും ഉമ്മയാണെങ്കിൽ നിസ്സഹായരാണ്. ഒരു ദിവസം ഒരു വീടിനടുത്തുള്ള കുളത്തിൽ, അതായത് ഈ പെങ്ങളുടെ വീടിനടുത്തുള്ള കുളത്തിൽ പെങ്ങൾ മുങ്ങി മരിച്ചപ്പോൾ അന്ന് അവൻ്റെ അളിയൻ്റെ ആളുകളൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അത് വെറും ഒരു മുങ്ങിമരണമാക്കി മാറ്റി. സത്യത്തിൽ അത് ഈ പെങ്ങളിനെ അളിയൻ എന്ത് ചെയ്തതാണ്, അടിച്ചിടിച്ചിട്ട് ഈ വയറ്റത്ത് കല്ല് കെട്ടിയിട്ട് താഴ്ത്തിയതാണെന്നുള്ളതാണ് ജനങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ അതൊന്നും വലിയ കേസ്. ഇത് 1990-കളിലാണ് ഈ സംഭവം നടന്നിട്ടാ. 1990-കളിൽ അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ സംഭവം നടന്നിട്ട് 2 മാസം കഴിയുമ്പോഴേക്ക് അളിയന് സൈക്കിളായിട്ട് വരുന്ന സമയത്ത് സൈക്കിൾ തടഞ്ഞു നിർത്തിയിട്ട് ഇവൻ അളിയനെ വെട്ടിക്കൊന്നിട്ട് നേരെ എന്ത് ചെയ്തു, സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞു, എൻ്റെ അളിയനെ ഞാൻ കൊന്നു, എന്നെ ഇനി അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇവൻ നേരെ സ്റ്റേഷനിൽ കീഴടങ്ങുക ചെയ്തവൻ. ഇതായിരുന്നു സംഭവം. ഇവൻ നേരെ പോയിട്ട് കുറ്റകൃത്യം സംബന്ധിച്ചത് കൊണ്ടും തെളിവുകൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ സാഹചര്യ തെളിവുകളൊക്കെ ഇവനക്ക് പ്രതികൂലമായതുകൊണ്ട് ഇവനക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കിട്ടിയത്. അങ്ങനെ 12 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും ഇവൻ പരോളിൽ ഇറങ്ങിയില്ല. ഇവൻ്റെ ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. ഈ 2 പേരും മരിച്ചപ്പോഴും ഇവന് പരോളൊന്നും വന്നിട്ടില്ല. ഇവൻ പറഞ്ഞത്, ഞാൻ അവിടെ നിന്ന് ദുആ ചെയ്യുക ചെയ്തത്. ഒരു ദിവസം, ഈ 12 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും പരോൾ ഇറങ്ങാതെ ശിക്ഷ അനുഭവിച്ചിട്ട് പിന്നെ ഇവർക്ക് ശിക്ഷ കിട്ടി നാട്ടിൽ വന്നു. അപ്പോൾ ഇവർക്ക് ജോലി എടുത്തതിന് കുറച്ച് പ്രതിഫലമൊക്കെ ഉണ്ട്. ഇവൻ ആ കാശ് കൊണ്ട് എന്ത് ചെയ്തു, ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവന് നേരെ ഇന്ത്യയിലുള്ള ഒരുപാട് ദർഗകളിലേക്ക് യാത്ര പോകാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് നന്നായിട്ട് വായിക്കും, അവിടെ നിന്ന് ഖുർആൻ നിസ്കാര കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, ദിക്റുകളൊക്കെ മദ്രസയിൽ പഠിച്ച ദിക്റുകളൊക്കെ ഉപയോഗപ്പെടുത്തി. സത്യം പറഞ്ഞാൽ ഈ ജയിൽ കാലയളവിലാണ്. അങ്ങനെ ഇവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറി. ഇവൻ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മനുഷ്യനായിട്ട് മാറി. ഇവൻ കുറേ ദർഗകളിലൊക്കെ പോയി. ഓരോ ദർഗകളിൽ പോകുമ്പോഴും അവിടെയുള്ള കുറേ തട്ടിപ്പുകൾ ഇവൻ കാണും. ദർഗയിലൊക്കെ ഉള്ള ആളുകൾ വലിയ മഹാന്മാരാണ്. പക്ഷെ ദർഗയോട് ചുറ്റിപ്പറ്റി നടക്കണ മാമൂലുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി ദർഗകളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കിട്ടും. അപ്പോൾ ഓരോ പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളി അടിച്ചോരുക, പള്ളിയിലെ ഹൗദ് വൃത്തിയാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സേവനങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ അവിടുത്തെ പുല്ല് വൃത്തിയാക്കുക, അല്ലെങ്കിൽ പള്ളിക്കാട് വൃത്തിയാക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാന്നൊരു രീതിയാണ്. അങ്ങനെ ഇവന് ദർഗകളിലൊക്കെ പള്ളികളിലൊക്കെ ആയിട്ട് കറങ്ങിയിട്ട് അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് ഇവൻ ഈ ഒരാൾ ഏർവാടി ദർഗയിലാണ്. അങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. ഇങ്ങനെ ആലോചിച്ച് നോക്കല്ലേ, ഓരോ മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞാൻ വേറൊരു ഏർവാടിയിൽ ഒരാളെ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വലിയ സൂഫിയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരാൾ പരിചയപ്പെടുത്തിയെന്നു. ഞാനതൊക്കെ വിശ്വസിച്ചിട്ടാ. നമ്മളൊരാളെ വിശ്വസിക്കൂലോ വേഗത്തിൽ. അയാൾ ഭയങ്കര പച്ച ഷാളൊക്കെ ഇട്ടിട്ട്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളെ മൊബൈൽ ഫുൾ അയാൾ കാണുന്നത് ബ്ലൂ ഫിലിംസാണ്. തീരെ നിസ്കാരവും ഇല്ല, ബ്ലൂ ഫിലിമുകളിലാണ് മെയിൻ തൊഴിൽ. പേര് സൂഫി എന്നാണ്. അപ്പോൾ ഒരുപാട് കള്ളന്മാർ വരാൻ സാധ്യതയുള്ള ഒരു വീടാണ്. പക്ഷെ അവിടുന്ന് ഈ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യനോട്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം വീഡിയോ എടുക്കാനൊന്നും അയാൾ പെർമിഷൻ തന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഈ കഥ എൻ്റെ ഇവരോട് പറഞ്ഞോട്ടെ, നിങ്ങളുടെ അനുഭവം പറഞ്ഞോളൂ, അത് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ എൻ്റെ ഫോട്ടോസോ എൻ്റെ വീഡിയോസോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ചില മനുഷ്യരങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമുണ്ട്. ഞാൻ മീഡിയ മോളൊരു വാർത്ത വായിച്ചു. അബ്ദുൽ ഖാദർ എന്ന പേരുള്ള ഒരാൾ 17 വർഷം ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ജയിലിൽ കഴിഞ്ഞിട്ട് ഈ ചെയ്യാത്ത തെറ്റിന്, എന്നിട്ട് ആ മനുഷ്യൻ ആ ജയിലിൽ കിടന്ന് മരണപ്പെട്ടു. ഈ ഒരു ജൂലൈയിൽ മോചനം കിട്ടേണ്ട ഒരാളത്രേ. അപ്പം അദ്ദേഹം മഅ്ദനി അറസ്റ്റിലായ ബോംബ് സ്ഫോടന കേസ് ഉണ്ടല്ലോ,
അതിൽ മഅദനിയെ ബോംബ് വെക്കണത് കണ്ടു എന്ന് ഇയാളോട് പോലീസ് പറയും. നീ അങ്ങനത്തെ ഒരു സാക്ഷ്യം ഇത് കണ്ടു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇയാളെ പിടിച്ചുകൊണ്ടായിട്ട് പോലീസ് പറയണം മഅദനി ബോംബ് വെക്കണത് നീ കണ്ടു എന്ന് മാത്രം പറയും, നിനക്കൊരു കുഴപ്പം വരില്ല, അതിന് മാപ്പ് സാക്ഷിയാക്കാം എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഞാൻ കാണാത്തത് ഞാൻ കണ്ടു എന്ന് പറയില്ല. അപ്പോൾ 2008 ആ ഒരു ബോംബ് സ്ഫോടനം നടന്നൊരു വിഷയം ഉണ്ടായത്. ഇദ്ദേഹം ചെയ്യാത്ത തെറ്റിന് എങ്ങനെയാണ് കള്ളസാക്ഷ്യം പറയുക? ആ കള്ളസാക്ഷ്യം പറയാൻ സമ്മതിക്കാത്തതിന് ഇയാളെ പിടിച്ചിട്ട് ബോംബ് സ്ഫോടനത്തിൽ പ്രതിയാക്കി. ഇയാൾ 17 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. ഇയാളെ യൗവനും ഇതൊക്കെ അതിൽ കഴിഞ്ഞിട്ട് പലപ്പോഴും വീട്ടുകാർ കാണാൻ വരും. വീട്ടുകാരോട് സങ്കടമല്ലാതെ മറ്റൊന്നും ഇയാൾ പറയാനില്ല. അങ്ങനെ സുപ്രീം കോടതിയിലൊക്കെ പോയി. സുപ്രീം കോടതി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വിധി പ്രസ്താവിച്ചു, 4 മാസത്തിനകം ഈ ഒരു ഇതിലെ വിധി വരണം, അല്ലെങ്കിൽ ഇയാളെ വെറുതെ വിടണം, അല്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കണം. അങ്ങനെ എന്തായാലും ഇയാൾക്ക് ഉറപ്പാണ് വിചാരണ കഴിയാതെ, അതായത് ശിക്ഷിക്കപ്പെട്ട് കഴിയില്ല, വിചാരണ തടവുകാരനായിട്ടാണ് ഈ 17 വർഷം ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിയുന്നത്. അങ്ങനെ ഇയാൾക്ക് തോന്നി. അപ്പോൾ ഇയാൾക്ക് ഉറപ്പായി ഇയാളെ കാണാൻ വരുന്നവരോട് വക്കീലിനോടൊക്കെ പറഞ്ഞ് ഞാൻ ജൂലൈയിൽ എന്തായാലും പുറത്തിറങ്ങും. ഇപ്പോൾ ഈ ഒരു മാസം ജൂൺ, അടുത്ത ജൂലൈയിൽ പുറത്തിറങ്ങും. കാരണം 4 മാസത്തിനകം എൻ്റെ കേസിൽ വിധി പറയണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിവിടെ വിചാരണ തുടങ്ങിയിട്ടില്ല. വിചാരണ തുടങ്ങാത്ത സ്ഥിതിക്ക് എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്നിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മൾ ഈ ജയിലിലൊക്കെ കുറ്റവാളികളായിട്ട് കാണുന്ന ചില മനുഷ്യരുണ്ടല്ലോ, നമ്മൾ അവരെ കുറ്റവാളി എന്ന് മാത്രം വിളിച്ച് അധിക്ഷേപിക്കരുത്. ചില മനുഷ്യരൊക്കെ സാഹചര്യങ്ങളാൽ തെറ്റ് ചെയ്യപ്പെട്ടവരാണ്. ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരാൾ ഒരു തെറ്റും ചെയ്യാതെ മഅദനിക്കെതിരെ കള്ളസാക്ഷ്യം പറയാൻ വേണ്ടി പോലീസ് നിർബന്ധിപ്പിച്ചപ്പോൾ അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് 17 വർഷം ആകെ 2 പരോളാണ്. ഒന്ന് മോളുടെ കല്യാണത്തിന്, മറ്റൊന്ന് ഉപ്പയും ഉമ്മയും ആരോ മരണപ്പെട്ടപ്പോഴാണ് പരോള് കിട്ടിയത്. വേറെ ഒരു പരോള് പോലും കിട്ടിയിട്ടില്ല, ഒന്ന് പുറത്തിറങ്ങുക പോലും ചെയ്ത്. ഇപ്പോൾ ആൾ സ്വതന്ത്രനായി ഖബറിലേക്കായി. ഓരോരുത്തരുടെ ലൈഫ് നമ്മൾ നോക്കുമ്പോഴാണ് എന്തുമാത്രം അത്ഭുതങ്ങളാണല്ലേ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണം, നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ഈ ജയിലിൽ കണ്ടൊരു മനുഷ്യനെ, നമ്മൾ ചില ആളുകളെ കുറ്റവാളി എന്ന് പറയുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ ഓർക്കുക പലരും സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ദർഗകളിലൊക്കെ പോകുമ്പോൾ ഓരോ മനുഷ്യരെ കാണുമ്പോൾ അവർ ജീവിതം അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോഴാണ് എനിക്ക് ഈ മനുഷ്യനെ, സ്വന്തം സഹോദരിയെ കൊന്ന അളിയനെ കൊന്നിട്ട് ജയിലിൽ കഴിഞ്ഞ് 12 കൊല്ലം ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് ഇപ്പോൾ മനസ്സമാധാനത്തിൽ വിവിധ ദർഗകളിൽ അവർക്ക് സേവനം ചെയ്തു കൊടുത്തിട്ട് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ജീവിക്കുന്ന ഒരു മഹാത്യാഗിയായ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് സന്തോഷം പങ്കുവെക്കാനുണ്ട്. ഇന്നാണ് നമ്മുടെ സ്റ്റേറ്റിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. ഇങ്ങനെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര കിട്ടിയതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മളെല്ലാ ദിവസവും ഓർഡിനറി ബസ്സിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് പോകാൻ എന്ന് പറയുന്നത് ഒരു ആസ് എ പാർട്ട് ഓഫ് വിമൻ എംപവർമെന്റ് നമ്മൾ ഈ സർക്കാരിന് നന്ദി പറയുന്നു. നമുക്ക് വനിതകൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തിൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പാർട്ടാവാൻ പറ്റിയത് ഭയങ്കര ഉപകാരമാണല്ലേ. കാരണം KSRTC തന്നെ ഒരു 1500 മേളിലെ കണ്ടക്ടറുണ്ട്, ലേഡി കണ്ടക്ടർ മാത്രം. അപ്പോൾ അതിലൊരാളാകാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമല്ലേ. കേരളം ഒട്ടുമുക്കാലും മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുകയാണ്. അതുകൂടാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരായിട്ട് വരും, സന്തോഷ കണ്ണുനീർ. പ്രിയദർശിനി എന്നുള്ള പേരിൽ ഈ ബസ് യാത്ര തുടങ്ങിയതിന് ദൈവീശ്വരൻ എല്ലാവർക്കും നല്ലത് വരട്ടെ. അയ്യോ, പറഞ്ഞാൽ തീരാത്ത വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഒരുപാട് അഭിമാനം ഞങ്ങൾ കൊള്ളുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ സ്വപ്ന പദ്ധതിയല്ലേ, അതുകൊണ്ട് അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പദ്ധതിയല്ലേ, നമ്മളെല്ലാവരും ഇതിന് സപ്പോർട്ടാണ്. ഞങ്ങൾ യാത്ര ചെയ്യാൻ കൊതി, പൈസ ഇല്ലാതെ വരണതല്ലേ, മത്സ്യം കൊണ്ട് കയറാമല്ലോ വണ്ടിയിൽ. സന്തോഷമേ ഉള്ളൂ സാറ്. പറ്റിപ്പൊന്നും ഇല്ലാത്ത കഥയായിരുന്നു. 15 പറഞ്ഞപ്പോൾ 15-ാം തീയതി വണ്ടി അനുവദിച്ചു തന്നു. ഭയങ്കര ഒരു കഥയാണിത് സാറേ, നിങ്ങൾക്ക് സന്തോഷമാണ്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് ശരിയല്ല, എല്ലാ ബസ്സിലും സൗജന്യ യാത്ര ഇല്ലല്ലോ. ഇന്ന് ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങായിരുന്നു കേട്ടോ. മുഖ്യമന്ത്രി പരിപാടിയിൽ വന്നു, ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കി. അങ്ങനെ എല്ലാവർക്കും സ്ത്രീകൾക്ക് കയറണമല്ലോ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ബസ് യാത്രയിൽ നല്ലൊരു തുക വേണ്ടി വരും. അപ്പോൾ അവർക്കൊരു സൗജന്യമായിട്ട് യാത്ര കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. അപ്പോഴേക്കും ചിലർ ഊട്ടിയിൽ പോവുക, ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടുവച്ചു. ഞാൻ ഇതിനെ ഭയങ്കര അഭിനന്ദിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ധവളപത്രം വന്നപ്പോൾ കേരളം ഒരുപാട് കടത്തിലാണ്. ഈ ഖജനാവിൽ ഒരുപാട് കാശുണ്ടായിരുന്നു, പക്ഷെ അത് കടം വാങ്ങിയ കാശാണ്. നമ്മൾ കുറേ കാശ് കടം വാങ്ങിയിട്ട് നമ്മുടെ
അൽമറയിൽ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ കാശുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ ഈ സൗജന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ ബസ്സിലും വേണമെന്ന് പറഞ്ഞ ഒരു കൂട്ടർ പിണങ്ങിക്കണത്. നമ്മുടെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്, എന്താണ്, ഈ ഓർഡിനറി ബസ്സുകളെങ്കിലും കിട്ടിയാലോ. അപ്പോൾ മലബാറിലെ ഓർഡിനറി കുറവാണ്, അതൊരു പ്രശ്നം തന്നെയാണ്. മലബാറിലെ ഓർഡിനറി കുറവാണ്. അപ്പോൾ ഇതുകൊണ്ടല്ലല്ലോ, അത് ആദ്യമേ കുറവായിരുന്നതിന് വേറെ പരിഹാരം കാണണം. എന്തായാലും KSRTCയിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് യാത്ര കിട്ടിയ ഒരു നടപടിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നല്ലതാണോ, ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണോ, അല്ല അതിൽ കുറ്റം കുറവുകൾ കാണുന്നവർക്ക് കാണട്ടോ. കാരണം എല്ലാ ബസ്സിലും കിട്ടണില്ല, സൂപ്പർ ഫാസ്റ്റിൽ കിട്ടണില്ല, അങ്ങനെ എല്ലാത്തിലും കിട്ടി എല്ലാവരും സൗജന്യമായിട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ എന്താവും? ഇപ്പം തന്നെ KSRTCക്ക് ഒരു 135 കോടി രൂപ ഒരു മാസം സർക്കാർ അങ്ങോട്ട് കൊടുക്കണം, ശമ്പളം കൊടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചാൽ 65 കോടി രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇപ്പം ജനക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യം സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ. അതിനുപോലെ ഒരു ഫണ്ട് കണ്ടെത്താം. എന്തായാലും ഒരു പ്രിയദർശിനി പദ്ധതി എന്ന് വിലയിൽ അത് നടപ്പിലാക്കിയ VD സതീശന് നിറഞ്ഞ അഭിനന്ദനങ്ങൾ നൽകാൻ. കാരണം ഇതൊരു ചരിത്രപരമായ നിമിഷമാണ്. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ചില്ലറ ഏർപ്പാടല്ല. കുറേ പുരുഷന്മാർ പ്രശ്നം വരുന്നുണ്ട്, ഞങ്ങളെ രണ്ടാന്തരം പൗരന്മാരാക്കി. അങ്ങനെ രണ്ടാന്തരം പൗരന്മാരാക്കുന്നില്ല, ഒരു സൗജന്യം കൊടുത്തുള്ളൂ. പക്ഷേ നല്ല ശമ്പളമുള്ള സ്ത്രീകൾ ആ സൗജന്യം എടുക്കരുത്, അവർ കാശ് കൊടുത്തിട്ട് തന്നെ പോകണം. പാവങ്ങളായ ആളുകൾക്ക് ഈ സൗകര്യം കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു സേവനത്തെക്കുറിച്ച്, ഈ ഒരു പദ്ധതിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതാണ് എൻ്റെ ചോദ്യം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.